രജനീകാന്ത് കത്തിച്ച പവർ ഹൗസിന് വേറെ ലൈറ്റ് ഹൗസ് ആക്കി തന്നു, വേറെ ഒന്നും പറയാനില്ല. രജനീകാന്ത് കത്തിച്ച പവർ ഹൗസിന് വേറെ ലൈറ്റ് ഹൗസ് ആക്കി തന്നു, വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര മോശമായി പോയി. കാരണം ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം വിജയനോടെ പട്ടിയ ശേഷം ലോകേഷ് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. കൂലി തന്നെയാണ് ഏറ്റവും മോശം പടം. കാരണം ലോകേഷ് ഇങ്ങനെ ഒരു പടം ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു സാധാ ഒരു നോർമൽ പടമായിട്ട് വന്നിട്ട് ഈ പടം അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ലോകേഷ് കവിയാന്റെ ഒരു പടം ഭയങ്കര ഹൈപ്പ് ചെയ്തത് കരിയറിലെ സൂപ്പർ പടമായിരിക്കും അനിരുദ്ധ് പറഞ്ഞ് അങ്ങനെ എല്ലാം ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഒരു രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ആ ലെവലാണ് പടം ഇരിക്കുന്നത്. അമീർ ഖാനെ കൊണ്ടുവന്നിട്ടൊന്നും ഉപയോഗിച്ചില്ല. അമീർ ഖാനെയൊക്കെ ബംഗാളെ പോലെ കൊണ്ടുവന്നു, ചുമ്മാ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ഇട്ട് ചുമ്മാ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്തൊക്കെയോ ഡയലോഗ് പറഞ്ഞ് തിരിച്ചുകൊണ്ട്. അതിന് അമീർ ഖാൻ അവിടെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. സൗബിനൊക്കെ ഓക്കെയാണ്. സൗബിനെ കിടില ആക്ടിങ് കാര്യങ്ങളൊക്കെയാണ്. നാഗാർജുനാണ് വേറെ ലെവല്. നാഗാർജുന ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കിടില സ്റ്റൈലിൽ എല്ലാം ഉണ്ട്. പക്ഷെ പടം നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. വീണ ഒന്നും ചെയ്യാൻ പറ്റൂല. എങ്ങനെയുണ്ട്? ലോകേഷ് കനകരാജ് ഞെട്ടിച്ചോ? ഇല്ല, ഞെട്ടിച്ചില്ല. എനിക്ക് ഒരു എബോ ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. എനിക്കൊരു അത്ര ഹൈപ്പുള്ള കൊടുക്കാനുള്ള സാധനമൊന്നുമില്ല. ഇന്റർവൽ ബ്ലോക്കിൽ എണിച്ച് പോകുന്നതാണ് പറഞ്ഞത്. ഞാൻ എണിച്ച് പോയായിരുന്നു. എണിച്ച് നിൽക്കുന്നല്ലേ പറഞ്ഞത്, എണിച്ചൊന്നും നിന്നില്ല. നമ്മൾ ഇന്റർവൽ ആകുമ്പോൾ ഇറങ്ങിയായിരുന്നു. അല്ലാതെ വേറെ ഒരു ഇത് അമീർ ഖാനെ വേസ്റ്റ് ആയി കളഞ്ഞ് നാഗാർജുനായും സൗബിനും തൂക്കി രണ്ടുപേരെയും എടുത്തന്നെ പറഞ്ഞത് കിട്ടിലൊരു ചെയ്തിട്ടുണ്ട്. ഇത് രജനീകാന്തിന്റെ ഇതൊക്കെ നമ്മള് ജയിക്കണല്ലോ ലോകേഷിന്റെ പടം. ആ രീതിയിലല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. നമ്മൾ ഒരു നല്ലൊരു മൂവിയാണ് എക്സ്പെക്ട് ചെയ്തത്. അത്ര വന്നിട്ടില്ലെങ്കിലും ഒരു പ്രാവശ്യം കണ്ടിരിക്കുക. ലോകേഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശമായ പടമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? നമുക്ക് എന്തോ ജസ്റ്റ് കണ്ടിരിക്കാം. ലോകേഷിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി കാണും, അറിയത്തില്ല. എന്തായാലും അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത ഒരു മൂവിയല്ല, ഒരു എബോ ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര സുഖിച്ചില്ല. ലോകേഷിന്റെ മാന്ത്രികം വർക്കായിട്ടില്ല. വളരെ നിരാശയായിരുന്നു. അമീർ ഖാനെ പറയാൻ നല്ല ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അമീർ ഖാനെ കൊണ്ടുവന്നതൊക്കെ ഒരാവശ്യമില്ലായിരുന്നു. അമീർ ഖാന്റെ ഒരാവശ്യമില്ലായിരുന്നു. അത് ഒരുമാതിരി വലിയ ബിൽഡപ്പ് ആയിട്ട് കൊണ്ടുവന്ന് നല്ല ജിം ബോഡിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു അമൂൽ ബേബിയെ പോലെ ആക്കി കളഞ്ഞു അമീർ ഖാൻ. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല